ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. രാജ്യത്തെ പകുതിയോളം വരുന്ന ജനസംഖ്യയായ സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഈ ബില്ല് കേവലം ഒരു നിയമനിർമ്മാണം എന്നതിലുപരി വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ബില്ലിലെ നിബന്ധനകളും മണ്ഡല പുനർനിർണയം സംബന്ധിച്ച വ്യവസ്ഥകളും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെച്ചിരിക്കുകയാണ്. വനിതാ സംവരണ ബില്ലിനെ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾക്കപ്പുറം രാജ്യപുരോഗതിയുടെ അടയാളമായി കാണണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. ഈ ബില്ലിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വിജയമായല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ ശാക്തീകരണമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയവും ഭരണനയങ്ങളും മാറ്റിമറിക്കാൻ പോകുന്ന ഈ ബിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുൻകാലങ്ങളിൽ ഈ ബില്ലിനെ തടസ്സപ്പെടുത്തിയവർക്ക് രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെന്നും അത്തരം ചരിത്രപരമായ തെറ്റുകൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം സഭാംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. താൻ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്നും എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ബില്ലിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് നൽകാൻ പോലും താൻ തയ്യാറാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ശ്രദ്ധേയമാണ്.